Dear students, നമ്മൾ ഇന്ന് ജനറ്റിക് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് മോഡ്യൂൾ 3 തന്നെ വരുന്നതാണ്. സെക്ഷൻ ബിയിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസും അതുപോലെ ജീൻ അബ്നോർമാലിറ്റീസും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഈ ജനറ്റിക് ഡിസോർഡേഴ്സ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം, പട്ടാവ് സിൻഡ്രോം, ക്രൈഡു-ഷാറ്റ് സിൻഡ്രോം അല്ലെങ്കിൽ കാറ്റ് ക്രൈ സിൻഡ്രോം, അതേപോലെ തന്നെ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ആൻഡ് ടേർണർ സിൻഡ്രോം, ഇത് ഏത് രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇത് ഒരു ജനറ്റിക് ഡിസോർഡർ ഒരു ആൾക്ക് എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മൾ ബൈ ബർത്ത് തന്നെ ആ വ്യക്തിക്ക് അതുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ ബൈ ബർത്ത് നമുക്ക് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വാക്ക് കൺജനൈറ്റൽ ഡിസോർഡർ എന്നാണ്. ബൈ ബർത്ത് കൺജനൈറ്റൽ എന്നുള്ളതാണ്. ഓക്കെ, അത് ഒന്നുകിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം? ക്രോമസോമൽ അനോമലീസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീനിന്, അതായത് സിംഗിൾ ജീൻ ഡിസോർഡർ എന്ന് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ജീൻസിൻ്റെ എഫക്റ്റ്, അതായത് മൾട്ടിപ്പിൾ ജീൻസിൻ്റെ എഫക്റ്റ്. അപ്പം നമുക്ക് അറിയത്തില്ല ഈ ഒരു ജീൻ കാരണമാണ് ഈ ഒരു ഡിസോർഡർ വന്നതെന്ന് അറിയില്ല. മൾട്ടിപ്പിൾ ജീൻസിൻ്റെ ഇഫക്റ്റ് കൊണ്ട് വരാം. അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസും ആവാം. അപ്പോൾ ആ രീതിയിലുള്ള ഇഷ്യൂസിനെ നമ്മൾ മൾട്ടി ഫാക്ടോറിയൽ ഓർ പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അങ്ങനെയൊക്കെ ആവാം. അപ്പം ജനറ്റിക് ഡിസോർഡേഴ്സ് ഈ പറഞ്ഞ 3 രീതിയിലാവാം ഓരോ വ്യക്തികൾക്കും വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഈ രീതിയിലാണ്. ഇപ്പോൾ ഒരു എസ് ഒക്കെ ചോദിക്കുവാണെങ്കിൽ ഈ 3 ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട്. അതായത് ഡിസീസസ് ഓർ ഡിസോർഡേഴ്സ് ഡ്യൂ ടു ക്രോമസോമൽ അനോമലീസ്, സിംഗിൾ ജീൻ ഡിസോർഡേഴ്സ് ആൻഡ് മൾട്ടി ഫാക്ടോറിയൽ ഓർ പോളിജെനിക് ഡിസോർഡേഴ്സ്. ഇനി ഇതിൽ ക്രോമസോമൽ അനോമലീസ് ആണെങ്കിലും സിംഗിൾ ജീൻ ഡിസോർഡേഴ്സ് ആണെങ്കിലും 2 രീതിയിലാണുള്ളത്. ഒരെണ്ണം ക്രോമസോമൽ അനോമലീസ് തന്നെ ഓട്ടോസോംസിനുള്ളതാവാം, അല്ലെങ്കിൽ സെക്സ് ക്രോമസോംസ് ഒരു അല്ലോസോംസിനുള്ളതാവാം. അതേപോലെ തന്നെയാണ് സിംഗിൾ ജീൻ ഡിസോർഡർ, ഒരൊറ്റ ജീനിന് ഒക്കെ വരുന്ന എന്തെങ്കിലും മ്യൂട്ടേഷൻ ഒക്കെ ആയിരിക്കാം. അതും 2 രീതിയിലാവാം. എയ്തർ ഇറ്റ് ക്യാൻ ബി ഓൺ ദ ഓട്ടോസോംസ് ഓർ ഓൺ ദ സെക്സ് ക്രോമസോംസ് ഓർ ദ അല്ലോസോംസ് എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഫസ്റ്റ് ഭാഗമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഡിസീസസ് ഡ്യൂ ടു ക്രോമസോമൽ അനോമലീസ്, അതിൻ്റെ ഓട്ടോസോമൽ അനോമലീസും അല്ലോസോമൽ അനോമലീസും എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പം നമുക്കറിയാം കുറച്ച് ബേസിക്സ് ഒക്കെ കഴിഞ്ഞു പോയിട്ടുള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്രോമസോമൽ മ്യൂട്ടേഷൻസ് എന്നൊക്കെ പറഞ്ഞ ഭാഗത്ത് ക്രോമസോംസിൻ്റെ നമ്പറിനോ അതിൻ്റെ സ്ട്രക്ചറിനോ, മോർഫോളജി മീൻസ് അതിൻ്റെ സ്ട്രക്ചറിനോ ഒക്കെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വരുമ്പോഴാണ് നമ്മൾ ക്രോമസോമൽ മ്യൂട്ടേഷൻസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ ക്രോമസോമിൻ്റെ നമ്പറൊക്കെ വ്യത്യാസം വരുവാണെങ്കിൽ അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ ഫോർ ക്രോമസോമൽ അനോമലീസ് എന്നാണ്. അതായത് നമ്പറിന് വ്യത്യാസം വരുന്നതാണ്. നമ്പറിന് വ്യത്യാസം വരുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ അന്യൂപ്ലോയിഡി എന്ന് മുമ്പൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്യൂപ്ലോയിഡി ആൻഡ് യൂപ്ലോയിഡി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൽ അന്യൂപ്ലോയിഡിയാണ് മിക്കവാറുമുള്ള ക്രോമസോമൽ അനോമലിയുടെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ് ഇനി അന്യൂപ്ലോയിഡി? ഒന്നെങ്കിൽ ക്രോമസോംസ് മിയോസിസ് 1 സ്റ്റേജിൽ നോൺ ഡിസ്റ്റിങ്ഷൻ സംഭവിക്കാം. അതായത് പെയറായിട്ടിരുന്നവരെ സെപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റാതെ വരാം. അപ്പോൾ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, പക്ഷേ ഡിവൈഡ് ചെയ്ത് ഈക്വലായിട്ട് 2 സെൽസിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോമസോമിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. അത് മിയോസിസ് 1 ആവാം, അതല്ലെങ്കിൽ മിയോസിസ് 2 ഡിവൈഡ് ചെയ്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് പിന്നെ ഫർദർ ഡിവിഷനിൽ അതിന് സെപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആവാം. അതല്ല എങ്കിൽ അനാഫേസ് സ്റ്റേറ്റിൽ, നമ്മുടെ സെൽ ഡിവിഷൻ്റെ അനാഫേസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഈ ക്രോമസോംസിൻ്റെ ഒരു ഡിലൈഡ് മൂവ്മെൻ്റ് ആവാം. പതുക്കെ മൂവ് ചെയ്യുന്നത് കൊണ്ട് സെല്ലങ്ങ് ഡിവൈഡ് ചെയ്ത് 2ആയിട്ട് പോകും. പക്ഷേ ക്രോമസോംസ് പതുക്കെ വന്ന സമയം കൊണ്ട് സെല്ല് ഡിവൈഡ് ചെയ്ത് 2ആയിട്ട് പോയി ക്രോമസോംസിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് പോകാനും പറ്റിയില്ല. ഇങ്ങനത്തെയൊക്കെ റീസണാണ് ശരിക്കും അന്യൂപ്ലോയിഡി എന്നുള്ളൊരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ടുണ്ടാവുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ക്രോമസോമിൻ്റെ നമ്പറിൻ്റെ വ്യത്യാസമായിരിക്കും ഇൻ ദ ഡോട്ടർ സെൽസ്. ഓക്കെ, ഈ ഒരു പിക്ചറും നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് മിയോസിസ് 1 ആണ്. ഇതെന്ന് പറയുന്നത് മിയോസിസ് 2 ആണ്. അപ്പം ഈ ഒരു സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിക്കേ. മിയോസിസ് 1 ഇവിടെ ഈ 2
ക്രോമസോംസിന് നോൺ ഡിസ്റ്റിങ്ഷനാണ് സംഭവിക്കുന്നത്. നോക്കിക്കുക, അപ്പോൾ ഒരു സെല്ലിൽ ക്രോമസോംസ് ഒന്നും ഇല്ല, ഇവിടെ ഈ രണ്ടെണ്ണം ഒരുമിച്ച് പോവുകയും ചെയ്തു. ഈ സ്റ്റെപ്പിൽ അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡിവൈഡ് ചെയ്യുന്ന രണ്ട് സെൽസിലും ക്രോമസോംസ് ഇല്ല. ഇവിടെ ഇവർ ഒരു ഹാപ്ലോയിഡ് കണ്ടീഷൻ വരേണ്ട സ്ഥലത്ത് ഡിപ്ലോയിഡ് കണ്ടീഷനിലായിട്ടായിരിക്കും ക്രോമസോംസിൻ്റെ എണ്ണം ഉണ്ടാവുക. അപ്പോൾ അബ്നോർമാലിറ്റി ആയി. ഇനി ഇവിടെ വേറൊരു കണ്ടീഷൻ നോക്കിക്കേ. ഈ ഒരു ഭാഗത്ത് ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് മിയോസിസ് 1 എന്ന് പറയുന്നത് ഇവിടെ ഓക്കെയാണ്. പക്ഷേ മിയോസിസ് 2 എത്തിക്കഴിഞ്ഞപ്പോൾ ഈ സെല്ലിന് എല്ലാം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ ഒരു കേസിൽ ഈ പറഞ്ഞ മിയോസിസ് 2-ൽ നോൺ ഡിസ്റ്റിങ്ഷൻ സംഭവിച്ചു. അപ്പോൾ ഈ പറഞ്ഞ ഒരു സെല്ലിൽ ക്രോമസോംസ് ഇല്ല, ഇവിടെ ഡിപ്ലോയിഡ് നമ്പർ ആയിരിക്കും ക്രോമസോംസ് വരിക. ഇനി ഇങ്ങനെയൊക്കെ ഗമീറ്റ്സുകൾ ഉണ്ടായാൽ ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഡിപ്ലോയിഡ് നമ്പർ വേറൊരു ഡിപ്ലോയിഡ് നമ്പറുമായിട്ടാണ് ഫ്യൂഷൻ സംഭവിക്കുന്നതെങ്കിലോ ഇത് രണ്ടുമായിട്ടാണെങ്കിലോ ഉണ്ടാവുന്നതെന്ന് പറയുന്നത് 4n എന്ന് പറഞ്ഞ ഒരവസ്ഥയായിരിക്കും അല്ലേ, ടെട്രാപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കാം. ഇനി ഈ ഒരു ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഹാപ്ലോയിഡുമായിട്ടാണ് ക്രോസ് നടക്കുന്നതെങ്കിൽ ഉണ്ടാവുന്നത് 3n അല്ലെങ്കിൽ ട്രിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കാം. ഇനി ഈ ഒരു രീതിയിൽ ഈ ഒരു ഗമീറ്റും ഈ ഒരു ഗമീറ്റും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോമസോമൽ അനോമലീസ്, അത് ലീതാലിറ്റി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലോട്ടൊക്കെ പോയേക്കാം. അങ്ങനെ പല ഇഷ്യൂസിനെ ഇപ്പോൾ നോക്കിയാൽ ഈ ഒരു ഗമീറ്റും ഈ ഒരു ഗമീറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മോണോപ്ലോയിഡി ആയിരിക്കും. നമുക്ക് ഡിപ്ലോയിഡ് മോണോപ്ലോയിഡി കേട്ടോ, മോണോപ്ലോയിഡി ഡിപ്ലോയിഡ് കണ്ടീഷന് പകരം അവിടെ ഒറ്റ ക്രോമസോമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പല ഇഷ്യൂസും ഉണ്ടാവാം. അവിടെ എല്ലാം ക്രോമസോമിൻ്റെ നമ്പറിനാണ് അബ്നോർമാലിറ്റീസ് വരുന്നത്. അതാണ് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ കോമൺ റീസൺ ഫോർ മോസ്റ്റ് ഓഫ് ദി ക്രോമസോമൽ അനോമലീസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഈ ക്രോമസോമൽ അനോമലീസ് കൊണ്ട് എന്താണ് റിസൾട്ട്? നമ്മളുടെ ഫീനോടൈപ്പിന് എന്തൊക്കെയോ വേരിയേഷൻ വരുന്നു. അതായത് നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിന് വ്യത്യാസം വരുന്നു. അപ്പോൾ അതിന് നമ്മൾ കുറേ ലക്ഷണങ്ങളൊക്കെ പറയുന്നു അല്ലേ, ഇത് നോർമൽ അല്ല, ഈ രീതിയിലാണ് അവരുടെ കണ്ണ്, അവരുടെ ഇയേഴ്സ് ഇങ്ങനെയാണ്, അവരുടെ ബോഡി മൊത്തത്തിൽ ബോഡിയുടെ ഒരു അപ്പിയറൻസ് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയണം. അപ്പം ആ ഒരു അവസ്ഥയാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ സിൻഡ്രോം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയാം? എ ഗ്രൂപ്പ് ഓഫ് കൺകറൻറ്റ് സിംറ്റംസ് ഓഫ് എ ഡിസീസ്. നമുക്കൊരു വ്യക്തി കുറച്ച് കാലത്തേക്ക് എന്നുള്ള രീതിയിലല്ല, അവർ ജീവിക്കുന്ന കാലം മുഴുവനും അവർക്ക് ഈ പറഞ്ഞ സിംറ്റംസോട് കൂടിയായിരിക്കും അവരുണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെയാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് റീസൺ എന്താണ്? അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ക്രോമസോമിൽ ഉണ്ടായിട്ടുള്ള മ്യൂട്ടേഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ പോലത്തെ അനോമലീസോ ആണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്രോമസോമൽ അനോമലീസിനെ നമ്മൾ നേരത്തെ സ്ലൈഡിൽ കാണിച്ചതുപോലെ ഓട്ടോസോംസിനായിരിക്കാം അല്ലേ, ഓട്ടോസോംസ് എന്ന് പറയുന്ന ക്രോമസോംസിനായിരിക്കാം നമ്പറിൻ്റെ വ്യത്യാസം വന്നത്, അല്ലെങ്കിൽ അല്ലോസോംസ് ഓർ ദ സെക്സ് ക്രോമസോംസിൻ്റെ നമ്പറിലായിരിക്കാം അനോമലീസ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഡിവിഷൻ ഇവിടെ ആദ്യത്തെ ഭാഗമാണ് ഡിസീസസ് ഓർ ഡിസോർഡേഴ്സ് ഡ്യൂ ടു ക്രോമസോമൽ അനോമലീസ്. ഡിവിഷൻ വരുന്നത് ഓട്ടോസോമൽ അനോമലീസ് ആൻഡ് അല്ലോസോമൽ അനോമലീസ്. ഇനി നമുക്കത് ഓരോന്നും എന്താണ്, അതിനും ഓരോ എക്സാമ്പിൾസും പറയാം. ഓട്ടോസോമൽ അനോമലീസിന് എക്സാമ്പിൾസ്, അല്ലോസോമൽ അനോമലീസിന് എക്സാമ്പിൾ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഓട്ടോസോമൽ അനോമലി എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു വരുന്നത് ഡൗൺ സിൻഡ്രോം ആണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ, ഡൗൺ സിൻഡ്രോം. അവിടുത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂഷ്വലി 46 ക്രോമസോം വേണം. അതിൻ്റെ കൂടെ ഒരു ക്രോമസോമും കൂടി ചേർന്നിട്ട് 47 ക്രോമസോമാണ് അവസ്ഥ. പക്ഷേ ആ 47ാമത്തെ ക്രോമസോം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്രോമസോം എവിടെയാണ് വന്നതെന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. 21st ക്രോമസോമിന് ട്രൈസോമി സംഭവിച്ചു. അപ്പം ഡൗൺ സിൻഡ്രോമിൻ്റെ ജനറ്റിക് റീസൺ എന്ന് പറയുന്നത് ട്രൈസോമി ഓഫ് ദ 21st ക്രോമസോം. അങ്ങനെ ആ വ്യക്തിക്ക് 47 ക്രോമസോംസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് പ്രാക്ടിക്കലിനൊക്കെ ഇതുപോലൊരു പിക്ചർ വെക്കും, എന്നിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറയും. ഐഡൻറ്റിഫൈ ദ സിൻഡ്രോം അങ്ങനെ വല്ലതുമായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പം നമ്മളിതുപോലെ ക്രോമസോംസ് ഒക്കെ നോക്കുക, എന്നിട്ട് എത്രാമത്തെ ക്രോമസോമിനാണ് ഇവിടെ ഇഷ്യൂ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ അതാണ് ആ ഏത് ക്രോമസോമാണ് എന്നുള്ളത് അറിയാമെങ്കിൽ നമുക്ക് ആ ഐഡൻറ്റിഫിക്കേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. കണ്ടോ? അപ്പം ഇത് ഇവിടെ നോക്കിയേ, ഇവിടെ 21st ക്രോമസോം ആയപ്പം നമുക്ക് ട്രിപ്ലോയിഡ് കണ്ടീഷനിലാണ്. ശരിക്കും ഇവിടെ 2 എണ്ണം മതി, ഡിപ്ലോയിഡ് മതി, പക്ഷേ ഇവിടെ ട്രിപ്ലോയിഡ് കണ്ടീഷൻ വന്നിരിക്കുകയാണ്. അതും ഏത് ക്രോമസോമിനാണ്? 21st ക്രോമസോമിനാണ്. അപ്പോൾ 21st ക്രോമസോമിന് ട്രൈസോമി വന്നാൽ അതെന്താണെന്ന് മനസ്സിലാക്കുക, ഡൗൺ സിൻഡ്രോം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഡൗൺ സിൻഡ്രോം വന്നിട്ടുള്ള കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? സ്മോൾ നോസ്, മൗത്ത് ആൻഡ് ഇയേഴ്സ്. മറ്റുള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം സ്ലൈറ്റ്ലി ബെൻഡ് 5th ഫിംഗർ, എപ്പോഴും അവരുടെ ആ ചെറിയ വിരൽ ഇങ്ങനെ മടങ്ങിയിരിക്കുള്ളൂ. പിന്നെ ആൽമണ്ട് ഷേപ്ഡ് ഐസ് വിത്ത് സ്കിൻ ഫോൾഡ് കവറിങ് ഇന്നർ കോർണർ.
അവരുടെ ആ കണ്ണിൻ്റെ പ്രത്യേകതയാണ് ആ പറയുന്നത്. പിന്നെ വൈറ്റ് സ്പോട്ട്സ് ഓൺ കളേർഡ് പാർട്ട് ഓഫ് ദ ഐസ്, ഫ്ലാറ്റ് റൗണ്ട് ഫേസ്, ഷോർട്ട് ആൻഡ് സ്റ്റോക്കി ബിൽഡ്, അതായത് കുറച്ച് മറ്റുള്ള കുട്ടികളെക്കാൾ കുറച്ചും കൂടി ബൾക്കി ആയിട്ടുള്ളൊരു ശരീരപ്രകൃതിയൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ കുട്ടികൾക്കെന്ന് പറയുന്നത്. അപ്പം പിന്നെ അതുകൂടാതെ തന്നെ അവരുടെ ഇൻ്റലക്ച്വൽ എബിലിറ്റിയും നോർമൽ കുട്ടികളെക്കാട്ടിലും കുറവാണ്. പക്ഷേ എങ്കിലും അവർക്ക് വേറെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ചിലപ്പം എക്സ്ട്രാ കഴിവുകളൊക്കെ ഉള്ള കുട്ടികളും ഉണ്ട് കേട്ടോ. അതിന് ഡെവലപ്മെൻ്റ് ഒക്കെ മറ്റുള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അവർക്ക് ഡിലൈഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ഗ്രോത്ത് കുറവായിരിക്കും മറ്റുള്ള കുട്ടികളെ വെച്ചിട്ട് എന്നുള്ളതാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ. ഇനി അടുത്ത ഒരു ഓട്ടോസോമൽ അനോമലിയുടെ എക്സാമ്പിളാണ് എഡ്വേർഡ് സിൻഡ്രോം. അവിടെയും നമുക്ക് 47 ക്രോമസോമാണ്, 46+1. പക്ഷേ ഈ എക്സ്ട്രാ വന്നിരിക്കുന്ന ക്രോമസോം എന്ന് പറയുന്നത് 18th ക്രോമസോമിനാണ് ട്രൈസോമി വന്നിരിക്കുന്നത്. ഇപ്പോൾ 18th ക്രോമസോമിന് ട്രൈസോമി വന്നാൽ ഉള്ള സിൻഡ്രോം ഏതാണ്, അല്ലെങ്കിൽ എഡ്വേർഡ് സിൻഡ്രോമിൻ്റെ ജനറ്റിക് റീസൺ എന്താണ് എന്നൊക്കെ ക്വസ്റ്റ്യൻ മാറി മറിഞ്ഞുമൊക്കെ എൻട്രൻസ് എക്സാമിനും ഒക്കെ വന്നേക്കാം. അപ്പം ട്രൈസോമി ഓഫ് ദ 18th ക്രോമസോം ഈസ് എ റീസൺ ഫോർ ദ എഡ്വേർഡ് സിൻഡ്രോം. ഇനി എഡ്വേർഡ് സിൻഡ്രോം ആണെങ്കിൽ അങ്ങനെ ഉള്ള കുട്ടികളുടെ ഫിനോടൈപ്പിക് അപ്പിയറൻസസ് എങ്ങനെയൊക്കെ ആയിരിക്കും? ഓഫ് കോഴ്സ് അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് കുറയും. അതേപോലെ തന്നെ ഇനി ഫീറ്റൽ കണ്ടീഷനിലാണെങ്കിലും അവരുടെ ഡെവലപ്മെൻറ്റ് മറ്റു കുട്ടികളെ വെച്ച് നമ്മൾ സ്കാനിങ്ങിൻ്റെ സമയത്തൊക്കെ വളർച്ച കുറവാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കുറവാണ്, അവർക്ക് ആയുസ് വളരെ കുറവായിരിക്കും. കാരണം അവർക്ക് ഒരുപാട് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇനി ഫസ്റ്റ് ഇയർ ഇൻഫൻസി പീരീഡ് ഇല്ലേ, ആദ്യത്തെ ഒരു വർഷം ക്രോസ് ചെയ്യുന്നത് തന്നെ വളരെ അപൂർവമായിട്ടായിരിക്കും. പക്ഷേ അങ്ങനെ ക്രോസ് ചെയ്ത് വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇഷ്യൂസൊക്കെയാണ് ആ കുട്ടികൾക്ക് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പുവർ ഗ്രോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബർത്ത്, മൾട്ടിപ്പിൾ ബർത്ത് ഡിഫക്ട്സ്, സെവറൽ ഡെവലപ്മെൻറ്റൽ ഡിലേയ്സ് ആൻഡ് ലേണിംഗ് പ്രോബ്ലംസ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അത് പ്രഗ്നൻസിയുടെ സമയം തൊട്ടും അതിനുശേഷം ബർത്തിന് ശേഷവും ഒക്കെ ഉണ്ടാവാം. അപ്പം നല്ല രീതിയിലൊക്കെ ഈ പറയുന്ന നമ്മൾ പ്രഗ്നൻസി ടൈമിലുള്ള സ്കാനിങ്ങും ബാക്കി ടെസ്റ്റുകളും ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന അനോമലീസ് ഒക്കെ നമുക്ക് ഈ ആംനിയോസിൻറ്റസിസ് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തിട്ട് അതിനകത്ത് ബേബിയുടെ സെൽസും ഉണ്ടാവും. ആ സെൽസിൻ്റെ അകത്ത് ക്രോമസോംസിൻ്റെ ഈ പറഞ്ഞ ക്യാരിയോടൈപ്പൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ക്രോമസോമിന് അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷേ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ. ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ പറയാൻ കാര്യം, ഈ വർഷം 2024 റീസെൻ്റായിട്ട് നടന്ന ഒരു സ്കാനിങ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്യൂ കാരണം ഉണ്ടായിട്ടുള്ള ഒരു ബർത്ത്, ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ റിപ്പോർട്ട് വന്നത് കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി എഡ്വേർഡ് സിൻഡ്രോം ഇതുപോലൊരു പിക്ചർ വെക്കുകയാണ്. നോക്കിയാൽ ഇവിടെ ഇത് 18th ക്രോമസോമാണ്. അവിടെ നമുക്ക് ട്രൈസോമി ഓർ ദ ട്രിപ്ലോയിഡ് കണ്ടീഷനിലിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇവരുടെ മറ്റ് ക്യാരക്ടേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ സ്മോൾ ഹെഡ്, ഐബ്രോസ് ആബ്സെൻ്റ് ആയിരിക്കും, ക്ലെഫ്റ്റ് ലിപ്പ് ഓർ ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ചുണ്ടും അവരുടെ വായുടെ ഉള്ളിലും ആ ഒരു പാർട്ടീഷൻ പോലെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇയേഴ്സൊക്കെ നോർമൽ പോലെ ആയിരിക്കില്ല, മാൽഫോംഡ് ഇയേഴ്സ് ആയിരിക്കും. എപ്പോഴും ഈ വിരലുകളെല്ലാം ഇങ്ങനെ ചുരുട്ടിയേ വെക്കത്തുള്ളൂ. പിന്നെ പോളിഡാക്റ്റൈലി എക്സ്ട്രാ ഫിംഗേഴ്സ് കാലിലോ കയ്യിലോ ഒക്കെ ഉണ്ടാവാം എന്നുള്ളതൊരു ഇഷ്യൂ ആണ്. പിന്നെ അബ്നോർമൽ ടെസ്റ്റിസ് അല്ലെങ്കിൽ അൺഡിസെൻഡഡ് ടെസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിസ് സ്ക്രോട്ടൽ സാക്കിലേക്ക് ഇറങ്ങി വരാതിരിക്കാം, അബ്ഡോമൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനും ഒക്കെ വന്നേക്കാം. അപ്പോൾ അതാണ്. ഇനി ഇങ്ങനൊരു പിക്ചറായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വെക്കുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, 18th ക്രോമസോമിനാണ് ട്രൈസോമി കണ്ടതെങ്കിൽ അത് എന്ത് കണ്ടീഷനാണ്, എഡ്വേർഡ് സിൻഡ്രോം ആണ് എന്നുള്ളത് പറയുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഓട്ടോസോമൽ അനോമലിക്ക് എക്സാമ്പിളാണ് പട്ടാഊ സിൻഡ്രോം. അവിടെയും 47 ക്രോമസോമാണ്. പക്ഷേ ആ എക്സ്ട്രാ ക്രോമസോം വന്നിരിക്കുന്നത് 13th ക്രോമസോമിലാണ്. 13th ക്രോമസോമിന് ട്രൈസോമി വന്നിരിക്കുകയാണ്. ഇവിടെ പിക്ചറിൽ നോക്കുക, കണ്ടോ, 13th ക്രോമസോമിൽ ട്രൈസോമി വന്നാൽ അത് പട്ടാഊ സിൻഡ്രോം ആണ്. പിന്നെ ഇത് ഏതർ ഇറ്റ് ക്യാൻ ബി മെയിൽ ഒരു ഫീമെയിൽ. നിങ്ങൾക്ക് XX എന്ന് മാത്രമാണ് തന്നിട്ടുള്ളെങ്കിൽ പട്ടാഊ സിൻഡ്രോം ഉള്ള ഒരു ഫീമെയിലാണെന്ന് മനസ്സിലാകുമല്ലോ. XY ആണെങ്കിൽ പട്ടാഊ സിൻഡ്രോം ഉള്ള ഒരു മെയിലാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഈ പറഞ്ഞ പട്ടാഊ സിൻഡ്രോം ഉള്ള ട്രൈസോമി ഓഫ് ദ 13th ക്രോമസോമിനുള്ള ആളുകൾക്കുള്ള ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്? ഹാർട്ട് ഡിഫക്ട്സ്, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അബ്നോർമാലിറ്റീസ്, വെരി സ്മോൾ ആൻഡ് പുവർലി ഡെവലപ്ഡ് ഐസ്, അതിനെ നമ്മൾ മൈക്രോ ഒഫ്താൽമിയ എന്ന് പറയും. എക്സ്ട്രാ ഫിംഗേഴ്സോ അല്ലെങ്കിൽ എക്സ്ട്രാ ടോസ്, കയ്യിലോ കാലിലോ ഒക്കെ ഫിംഗേഴ്സോ ടോസോ ഒക്കെ എക്സ്ട്രാ ഉണ്ടാവും. ഓപ്പണിംഗ് ഇൻ ദ ലിപ്പ്, ദാറ്റ് ഇസ് കോൾഡ് ക്ലെഫ്റ്റ് ലിപ്പ്, വിത്ത് ഓർ വിത്തൗട്ട് ആൻ ഓപ്പണിംഗ് ഇൻ ദ റൂഫ് ഓഫ് ദി മൗത്ത്. മൗത്തിൻ്റെ റൂഫിലും ആ ഒരു പാർട്ടീഷൻ പോലെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയും. വീക്ക് മസിൽ ടോൺ
അതിനെ നമ്മൾ ഹൈപ്പോട്ടോണിയ എന്ന് പറയും. അപ്പോൾ ഇത്രയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലൈഫ് ത്രെട്ടനിങ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ അവരെല്ലാവരും തന്നെ ജനിച്ചതിന് ശേഷം ഒരു ആഴ്ചകൾക്കുള്ളിൽ തന്നെ മരണപ്പെടുകയാണ് പതിവ്. പക്ഷേ ഒരു 5-10% കുട്ടികൾ 1 ഇയർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസും കാര്യങ്ങളും ലേണിംഗ് ഇഷ്യൂസും ഒക്കെ ഉള്ള കുട്ടികളായിരിക്കും. ഇനി നമുക്ക് അടുത്ത ഒരു ഓട്ടോസോമൽ അനോമലിക്ക് എക്സാമ്പിൾ ക്രൈ ഡ്യൂ ഷാറ്റ് സിൻഡ്രോം ഓർ ക്യാറ്റ് ക്രൈ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾ കരയുമ്പോൾ നമ്മൾ ശരിക്കും പൂച്ചയുടെ ഒരു കരച്ചിൽ പോലെ തന്നെ തോന്നും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കി, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ട്രൈസോമി കണ്ടീഷനൊന്നും എങ്ങുമില്ല, എല്ലാം ഒരുപോലൊക്കെ തന്നെ ഇരിപ്പുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ 5th ക്രോമസോമിൻ്റെ ഈ ഒരു ആമിന് ലെങ്തിന് കുറച്ച് പ്രശ്നമുണ്ട്. ഇവിടെ ഇത്രയും ഭാഗം വരേണ്ടതായിരുന്നു, അവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാറ്റ് ക്രൈ സിൻഡ്രോം ഓർ ക്രൈ ഡു ഷാറ്റ് സിൻഡ്രോമിൻ്റെ ജെനറ്റിക് റീസൺ ഇസ് ദ പ്രസൻസ് ഓഫ് ഷോർട്ട് ആം ഓഫ് ദി ക്രോമസോം 5. 5th ക്രോമസോമിൽ നോക്കുക, അതിൻ്റെ ലെങ്ത് ഈക്വൽ അല്ല, അവിടെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഭാഗം ഈ ഒരു ഭാഗത്ത് കാണുന്നു എന്നുള്ളതുകൊണ്ടാണ്. യൂഷ്വലി വേണ്ട ലെങ്ത് ആ ക്രോമസോമിന് ഇല്ല, അപ്പോൾ കുറച്ച് ഭാഗം ഡിലീറ്റഡ് ആയി പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ വന്നാലാണ് ക്രൈ ഡു ഷാറ്റ് സിൻഡ്രോം വരുന്നത്. ഇനി അങ്ങനെയുള്ള കുട്ടികളുടെ ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും? മൈക്രോസെഫലി, തല നമ്മൾ മറ്റുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ തലയ്ക്കുള്ള അബ്നോർമാലിറ്റീസ്, കൊഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്, കൊഗ്നിറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ബുദ്ധിപരമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ കുറവായിരിക്കും. റെസ്പിറേറ്ററി, സെൻസറി, സ്കെൽറ്റൽ ഇഷ്യൂസ് ഉണ്ടാവും. മാൽഫോംഡ് ഇയേഴ്സ്, പുവർ മസിൽ ടോൺ, ലോ ബർത്ത് വെയ്റ്റ്. ഇതൊക്കെയാണ് ക്രൈ ഡു ഷാറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞ അവസ്ഥയുള്ള കുട്ടികളുടെ ഇഷ്യൂസ്. അപ്പം ഇതെല്ലാം തന്നെ ഓട്ടോസോമൽ ക്രോമസോമൽ അനോമലിയുടെ എക്സാമ്പിൾസും അവരുടെ റീസൺ എന്താണെന്നുള്ളതും അവരുടെ ക്യാരക്ടേഴ്സുമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് അല്ലോസോമൽ അനോമലീസ് ആണ്. ക്രോമസോമൽ അനോമലീസ് തന്നെ സെക്സ് ക്രോമസോമൽ അനോമലി വന്നാൽ എന്ത് സംഭവിക്കും? അതിന് കുറച്ച് എക്സാമ്പിൾസ്, കുറച്ചല്ല 1-2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഹൈസ്കൂൾ +2 ലെവലിലൊക്കെ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. അത് മെയിൽസ് ആണ്. പക്ഷേ അവരുടെ ഒരു പ്രത്യേകത 47 ക്രോമസോം ഉണ്ട്, പക്ഷേ ആ എക്സ്ട്രാ ക്രോമസോം വന്നിരിക്കുന്നത് സെക്സ് ക്രോമസോമിലാണ്. ശരിക്കും ഒരു മെയിൽ എന്ന് പറഞ്ഞാൽ XY ആണ് അല്ലേ. അപ്പോൾ ആ മെയിലിന് ഒരു എക്സ്ട്രാ എക്സും കൂടി വന്നു. അങ്ങനെ 46 വേണ്ടടുത്ത് 47 ക്രോമസോം വന്നു. അങ്ങനെ വന്നാൽ ആ ഇഷ്യൂ ആണ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിക്ചർ വെച്ചിരിക്കുകയാണ്, പ്രാക്ടിക്കലിന് ഐഡൻറ്റിഫിക്കേഷന് വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ XXY എന്നുള്ളൊരു കണ്ടീഷനാണ്. ഈ 22 പെയർ ഓഫ് ഓട്ടോസോംസ് ഒക്കെ നോർമലാണ്. ഈ സെക്സ് ക്രോമസോം നോക്കുക, അവിടെ 2 X ക്രോമസോമും ഒരു Y ക്രോമസോം. Y ക്രോമസോമിൻ്റെ സൈസ് ചെറുതാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് രണ്ടും X ക്രോമസോമാണ്. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനാണ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തൊക്കെയായിരിക്കും സിംറ്റംസ് നോക്കിക്കേ. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എപ്പോഴും മെയിൽസിനാണെന്ന് നമ്മൾ പറഞ്ഞു. അവരുടെ ആൺകുട്ടികളുടെ പോലെ അല്ലെങ്കിൽ ആണുങ്ങളുടെ പോലെയുള്ള ക്യാരക്ടേഴ്സൊക്കെ അവർക്ക് കുറവായിരിക്കും. ഒരു X ക്രോമസോം എക്സ്ട്രാ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സ്ത്രീകളുടെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ മുഖത്തുള്ള മീശ, താടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ കുറവായിരിക്കും. മസിൽ ടോൺ യൂഷ്വലി നമ്മൾ കാണുന്ന ആണുങ്ങളുടെ പോലെ ഒരു ബോഡി സ്ട്രക്ചർ ആയിരിക്കില്ല. ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടി പ്രൊമിനൻ്റ് ആയിരിക്കും. ടെസ്റ്റിസ് സ്മോളർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള മെയിൽസിന് ഫെർട്ടിലിറ്റി പവറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള കണ്ടീഷനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ടേണർ സിൻഡ്രോം. ടേണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അത് ഫീമെയിൽസിനാണ് ആ ഇഷ്യൂ വരിക. ഇവിടെ ശരിക്കും 45 ക്രോമസോമേ ഉള്ളൂ. നമുക്ക് വേണ്ടത് 46ആണ്. അതിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞു പോയി. അതെവിടെ നിന്നാണ് പോയത്? 2 X ക്രോമസോം വേണമായിരുന്നു, അതിൽ ഒരു X ക്രോമസോം അങ്ങ് ഡിലീറ്റഡ് ആയിപ്പോയി, നമുക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കണ്ടീഷനെ എക്സ്പ്രസ് ചെയ്യണതാണ് XO അല്ലെങ്കിൽ X0 എന്ന് പറയും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ടേണർ സിൻഡ്രോമിൻ്റെ ജെനറ്റിക് റീസൺ. സെക്സ് ക്രോമസോമൽ അനോമലിയാണ്, ഫീമെയിൽസ് ആയിരിക്കും. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് വെച്ചിരിക്കുകയാണ്. ഇവിടെ വളരെ ലൈറ്റ് ഷെയ്ഡിൽ ആ ക്രോമസോം കാണിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ആ ക്രോമസോം ഇല്ല. ലോസ് ഓഫ് സെക്കൻഡ് സെക്സ് ക്രോമസോം, X ക്രോമസോം അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അത് ലൈറ്റ് ഷെയ്ഡിൽ കാണിച്ചേക്കുന്നത്. പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ ഇതുപോലത്തെ ഒരു പിക്ചറൊക്കെ ആയിരിക്കും വെക്കുക. അപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ X എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഒന്നിനെയും കാണുന്നില്ല. അപ്പം X0 എന്നുള്ളൊരു കണ്ടീഷൻ അല്ലെങ്കിൽ XO എന്നൊരു കണ്ടീഷനാണ് എങ്കിൽ അത് നമ്മൾ പറഞ്ഞ പോലെ ടേണർ സിൻഡ്രോം ആണെന്ന് മനസ്സിലാക്കുക. ഇനി അങ്ങനെയുള്ള പെൺകുട്ടികളിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഹൈപ്പർ തൈറോയിഡിസമാണ് ഒരു ഇഷ്യൂ. വൈഡ് ചെസ്റ്റ്, ഇൻഫെർട്ടിലിറ്റി, ന്യൂമറസ് മോൾസ് അറിയാലോ, ഒരുപാട് മറുകുകൾ ഉണ്ടാവും. ഇനി പ്രോബ്ലംസ് ഇൻ ദ ലിംഫ് സിസ്റ്റം, ലോ സീറ്റ് ഇയേഴ്സ്, സ്മോൾ ജോ ബോൺസ്, ഷോർട്ട് ആൻഡ് വൈഡ് നെക്ക്, കാർഡിയാക് ഇഷ്യൂസ്,
സ്വോളൻ ഹാൻഡ് ആൻഡ് ഫീറ്റ്. ഇതൊക്കെയാണ് ടേണർ സിൻഡ്രോം ഉള്ള ഫീമെയിൽസിൻ്റെ ലക്ഷണങ്ങൾ. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് ജനറ്റിക് ഡിസോർഡേഴ്സ് തന്നെ രണ്ട് രീതിയിലാണ്. ക്രോമസോമൽ അനോമലീസ് കൊണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ സിംഗിൾ ജീൻ അനോമലീസ് കൊണ്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ പോളി ജീൻ അല്ലെങ്കിൽ മൾട്ടി ഫാക്ടോറിയൽ ഇൻഹെറിറ്റൻസ് കൊണ്ടാവാം. അതിൽ നമ്മൾ ഈ ക്രോമസോമൽ അനോമലീസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് രണ്ട് രീതിയിലാവാം, ഓട്ടോസോമൽ അനോമലി ആൻഡ് സെക്സ് ക്രോമസോമൽ അനോമലി. അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ ക്യാരക്ടേഴ്സുമാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.